ഇന്ന് പലർക്കും അറിയാത്ത പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അപ്പത്തിൻ്റെ മാവ് അരയ്ക്കുന്നത്. ഇവിടെയാണെങ്കിൽ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. ഇത് ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ വെള്ളമൊഴിച്ച് കുതിർത്തെടുക്കാം. ഇത് കുതിർന്നതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വരാം. റൈസിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയ സാധനങ്ങൾ മിക്സി ജാറിലേക്ക് ആദ്യം നമുക്ക് ഈ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. 2 കപ്പ് റൈസിന് 1 സ്പൂണ് ചോറ്, നമ്മൾ കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ഇവിടെയാണെങ്കിൽ ഞാൻ റെഡ് റൈസിൻ്റെ ചോറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അരമുറി തേങ്ങ ചിരികിയത്, എൻ്റെ കൈ പിടിയാണെങ്കിൽ നോക്കുമ്പം 2 വലിയ പിടി തേങ്ങയാണെങ്കിൽ ഈ മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അതിനുവേണ്ടി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് അരച്ചിട്ട് വരാം. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം വെള്ളം കുറവായിരുന്നു. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ട് വന്ന മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സി ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ച മാവിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കലക്കി അടച്ചു വയ്ക്കാം. ഇന്ന് നമ്മൾ അടച്ചു വെച്ചാൽ നാളെ രാവിലെയാണ് നമുക്ക് അപ്പം ചുടാൻ പറ്റുന്നത്. നാളെ രാവിലെ എടുത്ത് നോക്കുമ്പം അപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ടുണ്ടാവും. നമുക്ക് എടുത്ത് നോക്കാം. മാവ് റെഡിയായി. ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കി കൊടുത്ത് നമുക്കിനി അപ്പം ചുട്ടെടുക്കാം. അതിനു വേണ്ടി അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം 1 തവി മാവ് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് കറക്കി കൊടുത്ത് നമുക്കൊന്ന് ഒരടപ്പെടുത്ത് അടച്ച് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ഓരോന്നും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്. ഈ അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറിയോ കടലക്കറിയോ മുട്ടക്കറിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി നമുക്ക് കഴിക്കാം. നല്ലൊരു അടിപൊളി അപ്പം. ഇങ്ങനെ നമുക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നുമില്ലാതെ വെറും റൈസും ചോറും തേങ്ങയും വെള്ളവും ആഡ് ചെയ്ത് നമുക്കിതേപോലെ നല്ലൊരു അടിപൊളി അപ്പം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം.